ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല തനി നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് കുരുവൊക്കെ കളഞ്ഞെടുത്തതാണിത്, 1 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെള്ളം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനീഗറൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം ചിക്കനിലേക്ക്. ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കണേ. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ടൊരു 7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് മൂടിയൊക്കെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞതിൻ്റെ കസിൻ സുസ്മോ ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയുടെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ഇപ്പോൾ ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എനിക്ക് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണമാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മതിയെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ സാധാരണ വറുക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ വറുക്കുമ്പോൾ. ഉള്ളിലൊക്കെ നന്നായി കുക്കായിട്ടും ഉണ്ടാവും, പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ വെളിച്ചെണ്ണയിലും കറിവേപ്പിലയിലും ഒക്കെ കിടന്ന് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ആയി വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവണമെങ്കിൽ അത് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. എന്തിൻ്റെ കൂടി നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.